2 kg വാനില വെൽവെറ്റ് കേക്ക് റെസിപ്പി നോക്കാം. ആദ്യം റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. 1/2 കപ്പ് ചൂട് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മാറ്റിവെക്കാം. ഇനി 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. ബാക്കി മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കാം. കേക്കിന് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. അല്ലെങ്കിൽ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഒരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ളയും ഒരു നുള്ളുപ്പും എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീം ടെക്സ്ചറിൽ തന്നെ ആവണം ഇത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ. ഇതുപോലെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് കുറേ കൂടി സോഫ്റ്റായി തന്നെ കിട്ടും. അല്ല പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റായി വരുമ്പോൾ മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് ഓയിൽ കൂടി കുറേശ്ശെ ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇനി ബാറ്ററിലേക്ക് മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ബട്ടർ മിൽക്കും കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാറ്റർ താഴ്ന്നു പോകരുത്. പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം 10 ഇഞ്ചിൻ്റെ ട്രേയിൽ ഒഴിച്ച് എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ബേക്ക് ചെയ്യാനെടുക്കാം. ഇനി വാനില കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ളയും ഒരു നുള്ള് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബൗളിൽ ഒരു ശകലം പോലും വെള്ളമുണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ കൂടി കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് മൈദാമാവ് കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടെ 1/2 കപ്പ് പാല് കൂടി കുറേശ്ശെ ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇതും ട്രേയിലൊഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. എയർ ബബിൾസൊക്കെ കളയണം. കേക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില 2 ലെയറും റെഡ് വെൽവെറ്റ് 1 ലെയറുമാണ് വരുന്നത്. റെഡ് വെൽവെറ്റിൻ്റെ മുകൾ ഭാഗം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് അത് ഇതുപോലെ ഒരു പാനിൽ മുറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ബേസിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് വിറ്റ് ചെയ്ത് ക്രീം കൊടുത്ത് അതിന് മുകളിൽ ഗനാഷ് ഒഴിച്ചിട്ട്
കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പാലിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉള്ളതാണ് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുത്ത് അത് നന്നായി വെറ്റ് ചെയ്ത് ക്രീം ചെയ്യുക. അതിലും ഇതുപോലെ തന്നെ ഗനാഷ് യൂസ് ചെയ്യുക. ഗനാഷ് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലും വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ ലെയർ വയ്ക്കുക. ഫൈനൽ ലെയർ വെച്ച് അതും നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാവൂ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കുന്നുണ്ട്.